ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം ഒരു 7 മണി ആയിട്ടുണ്ട്. ഞാനിവിടെ മഴ കാരണം ഇവിടെ ഉണ്ടോ നമ്മുടെ നനയുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രോപ്പ് വീഴാം. അപ്പം അങ്ങനെ ഞാൻ എണീച്ച കേട്ടോ. 7 മണിയായപ്പോൾ തന്നെ പുറത്ത് നല്ല പെരും മഴയാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. വെതർ നോക്കിയപ്പോൾ ഫുള്ള് 90% മഴയാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ചു നേരം കൂടെ അങ്ങനെ കിടക്കുകയാണ്, ഇനി ഉറങ്ങുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. മഴ നനഞ്ഞ് പോകാൻ പറ്റില്ല. ഡ്രസ്സൊക്കെ ഇന്നലെ അലക്കി ഇട്ടിട്ടുള്ളൂ. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുറച്ചു നേരം എന്തായാലും മഴ കുറയുമോ നോക്കാൻ. ഇത് കണ്ടോ, ബാഗ് കവറിലിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. ബാഗിൽ സ്ഥലമല്ല. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കവറിലിട്ടിട്ടില്ല, വേറെ പറഞ്ഞാൽ ഞാൻ കവറിലിട്ടു. അപ്പോഴേക്കും ഫുള്ളായി. ഇനി ഇത് കുത്തി കയറ്റണം എങ്ങനെയെങ്കിലും. കുറച്ച് നനയട്ടേന്ന് ഓർത്തിട്ടാണ്. ടെൻറ്റും സ്ലിപ്പ് ബാഗും നനയട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് കവറിലിട്ടിട്ടില്ല. എന്നിട്ട് തന്നെ ഇപ്പോൾ സ്ഥലമില്ല, അതവസ്ഥ. ഞാനിവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. മഴ മാറിയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കൂല. ഇപ്പൊ 10 മണിയായിട്ടുണ്ട്. ഞാൻ 7 മണി മുതൽ 10 മണി വരെ കാത്തു നിന്നു. എന്നിട്ട് എന്താ, മഴയ്ക്ക് ഒരു കുറവില്ല. നല്ല പെരും മഴയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങുവാണ്. ബാഗ് എന്തായാലും നനയും. പിന്നെ കവർ ഞാൻ ഇട്ടിട്ടുണ്ട്, കുത്തി കയറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ഡ്രസ്സൊന്നും അതിൽ കൊള്ളാത്തോണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സൗണ്ട് ആയാലും മൊത്തത്തിൽ മഴയാണ്, നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, ബാഗൊക്കെ നനഞ്ഞു തുടങ്ങി. സോ എനിക്ക് ഉറപ്പില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എന്താ പറയുക മഴയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാരിറ്റി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞാനൊരു കവറിലിട്ടേക്കുവാണ് ഫോണ്, മഴ നനയാതിരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം എനിക്ക് കോസ്റ്റാറിക്കയിലേക്ക് പോകാൻ. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ബോർഡർ എത്തും, കോസ്റ്റാറിക്കേൻ്റെ. ഇന്നപ്പോൾ ഞാൻ ഇന്ന് ബോർഡർ ക്രോസ് ചെയ്ത് കോസ്റ്റാറിക്കയിലേക്ക് കയറും കേട്ടോ. ഈ കടയിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇന്നലെ അവരെന്നെ അവിടെ കൊണ്ടാക്കിനെ. ഹോലാ, ബൈ ബൈ, അഡിയോസ്. അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ട് അബൌട്ട് കാണുന്നുണ്ട്. നേരെ പോണം എനിക്ക്. ഇവിടെയൊക്കെ നോക്കിക്കേ, ഒരു കട പോലും തുറന്നിട്ടില്ല കേട്ടോ. റോട്ടിലാണെങ്കിലും വണ്ടികളും കുറവാണ്. ഇവിടെ ഈ കടയൊക്കെ ഉണ്ടോ, ഈ സൈഡും ആ സൈഡും എല്ലാം ക്ലോസ്ഡാണ്. മഴയായിട്ട് ഇവരെല്ലാവരും വീട്ടിലിരിക്കുകയാണോ, ആരും പുറത്തിറങ്ങുന്നില്ലേ? ഞാൻ മാത്രം മഴ നനഞ്ഞ് നടക്കുന്നു. നോക്കിയേ, എല്ലാം ക്ലോസ്ഡാണ്. അങ്ങോട്ടിനെ നടന്നിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പോവാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യും, മഴയത്ത് ഞാൻ നടന്നിട്ട് എന്തോ പോലെ. ഷൂ ഒക്കെ നനയുമ്പോൾ വൃത്തിയായിട്ട ഫീല്. ഷൂ എങ്ങനെയായാലും നനയും. ബാഗിൻ്റെ ഉള്ളിലൊക്കെ സ്ഥലമില്ല ചെരുപ്പിടാണെങ്കിൽ. വണ്ടികൾ വന്ന കൈ കാണിക്കാതെ. ബാഗ് കണ്ട മൊത്തം നനഞ്ഞു. ഇവിടെ ഇരിക്കാം, ബസ് വരുമോന്നറിയില്ല. മഴ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൾക്കാരൊക്കെ പുറത്ത് വന്നു തുടങ്ങി. ഇവിടെ നോക്ക്, പാവം ഒരു ഡോഗ് നനഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ക്യൂട്ട് ഒരു വണ്ടി വരുന്നുണ്ട് തോന്നുന്നു, നോക്കട്ടെ. എനിക്കിത് ഈ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയാ, മത്സ്യം പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവർ നിർത്തിയിട്ടോ. ഈ റോഡ് നേരെ പോകുന്നത് ബോർഡറിലേക്കാണ്. അപ്പൊ എന്തായാലും ആള് അങ്ങോട്ട് തന്നെ ആയിരിക്കുള്ളൂ. കോസ്റ്റാറിക്ക് പോണവരെന്തായാലും ഇതുവഴി പോകുള്ളൂ. അപ്പൊ ട്രക്കൊക്കെ അങ്ങോട്ട് തന്നെയാണ്. ഈ വണ്ടിയിൽ കയറിയിട്ട് അവരിവിടെ നിർത്തിയിട്ടേക്കാണ് കേട്ടോ. ഞാൻ ഈ ഒരു കവറിലാണ് ഞാൻ എൻ്റെ ഫോൺ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എന്നെൻ്റെ നോമ്പാണ്, എനിക്ക് നോമ്പിൻ്റെ യാത്രയാണ്. കാരണം ഞാനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ടിട്ട്. പക്ഷെ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. കാരണം വഴിയിലൊക്കെ നിങ്ങൾ കണ്ടില്ല, എല്ലാം ക്ലോസ്ഡാണ്. ഒരു മനുഷ്യന്മാരും ഇല്ല, ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. കടകളും ഒന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബോർഡറിൽ എന്തായാലും ആൾക്കാരും തിരക്കുന്നുണ്ടാവും. അവർക്ക് ഇനി 10 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിലേക്ക്. പക്ഷേ ഇത് വണ്ടി എന്തോ നിർത്തിയിട്ടേക്കാം. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. വെച്ചിട്ട് സംസാരിക്കാൻ എനർജി ഇല്ല. ഞാനിവിടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ കുറച്ച് ബാക്കിയുള്ള ക്യാഷ് വെച്ച് ഞാനിവിടെ മുട്ട പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബണ്ണൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാനിത് എഗ്ഗും പിന്നെ ഈ ഒരു കേക്കും മേടിച്ചിട്ടുണ്ട്. ഇതിന് 90 ആയിട്ടുണ്ട് കേട്ടോ. 90 എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊരു 230 രൂപ ആ ഒരു റേഞ്ച് വരും കേട്ടോ. ഇന്നലെ ഞാൻ ആ കഴിച്ച അവിടുത്തെ മൊത്തം തോർത്തിയും ബീൻസോ കഴിച്ചില്ലേ, വെറും 50 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ എമിഗ്രേഷനാണ്, തിരക്കൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമായിരിക്കും.
ഞാൻ നിക്കാരാഗുവ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോസ്റ്റാറിക്ക എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നിക്കാരാഗുവ എൻട്രി ചെയ്ത സമയത്ത് ഒരു $13 കൊടുത്തിട്ടുണ്ടായി. ഇപ്പം എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു $3 കൊടുത്തേ. ഇനിയിപ്പം ഇനി അടുത്ത സ്ഥലത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്നറിയില്ല. കോസ്റ്റാറിക്കയിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചോദിച്ചൊന്നുമില്ല, ഈസി ആയിരുന്നു. നിക്കാരാഗുവ എക്സിറ്റ് ചെയ്യാനാണ് ഒരുപാട് സമയം എടുത്തത് കേട്ടോ. അവിടെ അവർ കുറേ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ടൈം എടുത്തു. ഇവിടെ കോസ്റ്റാറിക്കയിൽ എൻട്രി ചെയ്തപ്പോൾ വിത്തിൻ 5 minutes എല്ലാം റെഡിയായി. ഞാൻ ഇനി ഇവിടുന്ന് എന്താ ബസ്സൊക്കെ കാണുന്നുണ്ട്. ബസ് പോകുമെന്നറിയില്ല, നോക്കണം. കാരണം ഇവിടെ ഹിച്ചേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും എക്സ്പെൻസീവ് കൺട്രിയാണ് കോസ്റ്റാറിക്ക. പിന്നെ ഞാൻ നേരത്തെ ഒരാളെ കണ്ട സമയത്ത് ഞാൻ അവരോട് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറകിലിരിക്കാൻ പറ്റില്ല, ഇതിവിടെ പ്രോഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞു, ലൈക്ക് അലോഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ റൂൾസും കുറച്ച് ഡിഫറെൻ്റ് ആണ് മറ്റുള്ള കൺട്രീസിനെ വെച്ചിട്ട്. ഞാൻ നോക്കിയോട്ടെ, അവിടെ ക്യാഷ് ചേഞ്ച് ചെയ്യാനുള്ള ആരെയും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഒരുപാട് വലിയ ബോർഡറല്ല, ചെറിയ ബോർഡറാണ്. ആൾക്കാരൊക്കെ ബസ് കാത്ത് നിൽക്കുന്നതാണോ എന്താ സംഭവമല്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് പോലെ നോക്കിയേ. എന്തായാലും അവിടെ പോയി ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഈ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനിവിടെ ക്യാഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡോളർ ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ കോസ്റ്റാറിക്കൻ കൊളോണീസോ അങ്ങനെയാണ് പറയുന്നത്. അത് ഈ ബസ് കുറച്ച് ദൂരം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകും. കുറച്ചധികം ദൂരമുണ്ട്, കാരണം ഞാൻ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് സമയം, ഒരുപാട് സമയം വേസ്റ്റായി. അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി പോകുന്നത്. കുറേ നേരമായിട്ട് ബസ്സിലിരിക്കുമായിരുന്നു, ഇപ്പോഴാണ് ബസ് എടുത്തത്. ഇവിടെ ഇതിന് പൈസ ആയത് 3500 കൊളോണീസാണ് ആയത് കേട്ടോ. അതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീ 600 റുപ്പീസ് ഉണ്ടാവും. പക്ഷെ കിലോമീറ്റർ എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയില്ല ആ സ്ഥലത്തേക്ക്. ഇന്ന് ജൂൺ 28 ജൂൺ 28-ാം തീയതിയാണ് ഞാൻ കോസ്റ്റാറിക്കയിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ എന്തോ ഒരു ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്, ചോക്കോലാറ്റ് എന്നാണ് പറഞ്ഞിട്ട്. ചോക്ലേറ്റിന് ചെറിയ ഫ്ലേവറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പീനട്ട്സ് ഇല്ലേ, പീനട്ട്സിൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടുന്നത്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അല്ല. ഇവിടെ പൈസ ഭയങ്കര ഡിഫറെൻറ്റാണ്. 500 കൊളോണീസാണ് കൊടുത്തത്. 500 കൊളോണീസ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ 81 രൂപ. ഇവിടെ കയറിയപ്പോൾ തന്നെ എക്സ്പെൻസീവ് ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായി. ഇവിടെ വാഷ്റൂം പോയപ്പോൾ ഇന്ത്യൻ റുപ്പി 81 രൂപയായി. ഈ വെള്ളത്തിന് 81 രൂപയായി. അതായത് 500 വെച്ചാൽ 1000 ആയി. ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ പെട്രോൾ പമ്പിൽ ഫ്രീ ആയിട്ട് വാഷ്റൂം ഉണ്ടായിരുന്നു. മെക്സിക്കോയിലുള്ള സമയത്ത് പൈസ കൊടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 60 രൂപ 65 രൂപയൊക്കെ കൊടുക്കണം. പക്ഷെ ഇവിടെ എവിടെയും ബാക്കിയുള്ള സെൻട്രൽ അമേരിക്കയിൽ നമുക്ക് വാഷ്റൂം ഫ്രീ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പൈസ കൊടുക്കണം. ഇവിടെ ഫുഡിനാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാം നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ. ആ ബസ്സിൽ നിന്ന് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ടേ. ഇനി എനിക്ക് സിം കാർഡ് എടുക്കണം. ഞാൻ ബസ് കുറച്ച് ദൂരം കൂടെ ഒരു 10 കിലോമീറ്റർ കൂടെ മുന്നിലേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് വേറെ ഡയറക്ഷനിലാണ് ഞാൻ പോകുന്നത്, കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഏരിയയിലേക്ക്. സിം കാർഡ് എവിടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. സിം എടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഫ്ലൈൻ മാപ്പ് ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് എല്ലാ സ്ഥലത്തേക്കും ഇല്ല. ഞാൻ ഈ ഒരു പുള്ളിക്കാരിയോട് ചോദിച്ചതാണ് സിം എടുക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പിസ്സേൻ്റെ ഇതും പിടിച്ച് നിൽക്കുന്ന, അതുമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണേ. സിം എടുക്കാണ്ട് നടക്കൂല. ഗ്രാസിയാസ്. ആ, എൻ്റെ ആണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റൂലല്ലോ, നെറ്റില്ലാത്തതുകൊണ്ട്. ഓഫ്ലൈൻ മാപ്പാണ്, ഓഫ്ലൈൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സൗണ്ട് വായിക്കാൻ അറിയുന്നവർക്ക് മാത്രം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിന് സിം എടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി റീചാർജ് ചെയ്യാൻ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലം തപ്പണം കേട്ടോ, എന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ. ഞാനിവിടെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചതാണ്. ഇവിടെ കുറേ സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായേക്കാണ്. അവിടെ റോഡൊക്കെ പകുതി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങോട്ട് എന്തായാലും ഇന്ന് എത്താൻ പറ്റില്ല. ക്യാപിറ്റൽ സിറ്റി പോയിട്ടാണ് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായി, ക്യാമറ അവിടെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച്. പക്ഷെ അതെന്തായാലും എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവർ ഇനി സിറ്റിയിലേക്ക് വരുന്ന വരെ ഞാൻ സിറ്റിയിൽ വല്ലതും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കേട്ടോ ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് എന്നാണ് പറഞ്ഞത് ആള്. എടുത്ത് പറഞ്ഞു ഇനി പോകുന്ന സമയത്തെല്ലാം സൂക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്കൊക്കെ ഓരോന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓരോ മതിലൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ കണ്ടോ, അതെ ഇവിടെ ഒക്കെ ഉണ്ട്.
നമുക്ക് മഴ കൂടിയിട്ട് അവിടെയൊക്കെ നമുക്ക് കോട എപ്പോൾ ക്ലാരിറ്റി ഉണ്ടായാലും ഒന്നാമത് ഇതിന് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അങ്ങോട്ട് മൊത്തം വൈറ്റ് കളറിലാണ് കാണുന്നത്. ഞാൻ കാണിച്ചില്ല ഗ്ലാസ് താഴ്ത്തിയിട്ട് കണ്ടോ, മൊത്തം കോടയാണ്. ഞാൻ ആളുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആള് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് വേറെ ലിഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് 2 ഡോഗ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാവമാണ്, ഫ്രണ്ട്ലിയാണ്, എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ്. കണ്ടോ, 2 പോയി. ഇത് കുറച്ച് വരയ്ക്കുന്നുണ്ട് കണ്ടോ, അതത്രതല്ല. മതി മതി മതി. നോക്ക് വീട് നോക്ക് എന്ത് രസാ. കാരണം ഫുള്ള് കോട മൂടിയേക്കാ. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. മൊത്തം നോക്ക്. ഓ വേറെ ഡോഗ്സ് ഉണ്ട്. ചുമ്മാരി നോക്ക്, അടിപൊളിയല്ലേ. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മൊത്തം ഒരു ഇടുക്കി ഫീൽ ഉണ്ട്. പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടുന്ന് എന്ത് വേണം എടുത്ത് കഴിച്ചോ അന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങൾ, കുറേ ഫ്രൂട്ട്സും സ്വീറ്റ് ബണ്ണും പിന്നെ കുറേ എന്തൊക്കെയോ ടൊമാറ്റോ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഗാർലിക് സ്പ്രെഡും ജാമും ഒക്കെ തന്നിട്ടുണ്ട്. എന്താണോ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നീ ഉണ്ടായിക്കോന്ന് പറഞ്ഞിട്ട് ഒരു റാസ്ബെറിൻ്റെ ജ്യൂസും എനിക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊരു ബ്രെഡാണ്, ഹാമൊക്കെ വെച്ചിട്ട് വെജിറ്റേറിയൻ ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം കഴിക്കുന്നു പറഞ്ഞു. സോ ഇതാണ് റാസ്ബെറിൻ്റെ ജ്യൂസ്, നല്ല ജ്യൂസാണല്ലോ, ഫ്രഷാണ്. സോ ഞാനിത് അവനിൽ വെച്ചിട്ട് ഇപ്പോൾ ചൂടാക്കിയിട്ട് ഇത് കഴിക്കണം. കാരണം ആൾക്ക് കുറച്ച് ടൈം ഉള്ളൂ എന്ന് പറഞ്ഞു. ആൾക്ക് വേറെ ഏതോ സ്ഥലത്ത് 7 മണിക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്ത് വേണം ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രം കഴിക്കാൻ വെച്ചു, പിന്നെ ആ ഫ്രൂട്ട്സും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആള് ധൃതി പിടിച്ചാണ് പോകുന്നത്, എന്തോ ചേർച്ചിലേക്ക് എന്തോ പോകുന്നു എന്ന് പറഞ്ഞേ. ഞാനിവിടെ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. ആള് ധൃതി പിടിച്ചാണ് പോയത്. എൻ്റെ അടുത്ത് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. സോറി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ പറയുക, കുറച്ച് ടൈം ഇങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ കുറേ സംസാരിച്ച് ഭയങ്കര അടിപൊളി ആളാണ് കേട്ടോ. ആള് സിവിൽ എഞ്ചിനീയർ ആണ്. മദർ വേറെ എന്തോ ഒരു സ്പോർട്സിൻ്റെ ഇതായിട്ട് സ്വിറ്റ്സർലൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിനി ചിലപ്പോൾ മേ ബി തിരിച്ച് ഇത് വഴി തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ വീട്ടിലേക്ക് വരാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലം കുറച്ച് അപ്പുറയാണ്, അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് നമ്പറെല്ലാം മേടിച്ചിട്ടുള്ളത്. ഇവിടെ എനിക്കൊരു കൗച്ച് സർഫിംഗ് ഹോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയേക്കാണ്. അപ്പം ഞാൻ എന്തായാലും ആ സ്ഥലത്തേക്ക് പോകണം എന്നിങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് ഇനി ഞാൻ ഒരു മെയിൻ ടെർമിനലുണ്ട്, അവിടെ എത്തിയതിന് ശേഷം എനിക്ക് അടുത്ത ബസ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അവിടേക്ക് ഒരു 55 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പിന്നെയും കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ബസ് ഇറങ്ങുന്ന സമയത്ത് ആള് കാറിലാണ് പോയിട്ടുള്ളത്. കാറിൽ തന്നെ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ആള് സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോസ്റ്റലിലാണ്. സോ ഇന്ന് ഞാൻ ഹോസ്റ്റൽ എടുത്തിട്ട് താമസിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അവിടെ കുറേ വാട്ടർഫാൾസ്, ഹോട്ട് സ്പ്രിങ്, ലേക്ക്, അങ്ങനെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി ഈ കോസ്റ്റാറിക്ക എന്ന് പറയുന്നത് ഭയങ്കര ടൂറിസ്റ്റിക്കാണ്. ഈവൻ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ആ ഒരു കൺട്രി നിക്കാരാഗ്വയിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒറ്റയടിക്ക് 2 വലിയ മാറ്റമാണ് ഉണ്ടായത്. ഭയങ്കര എക്സ്പെൻസീവായി എല്ലാം. ഈവൻ വെള്ളത്തിനാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അത്യാവശ്യം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിച്ച് അവർക്ക് അത് യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് അവിടെ ബസ്സൊക്കെ കാണിച്ചു തന്നു. ഗ്രാസിയസ്. ഓക്കെ, അപ്പോൾ എനിക്ക് വാഷ്റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ തന്നെ വരാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. യു സ്പീക്ക് ലിറ്റിൽ ബിറ്റ്. സോ എന്ന് പറയും അവർ. പൊക്കിത്തോ എന്ന് പറയുന്ന പോലെ കുറച്ച് അങ്ങനെ. ഓക്കെ, കണ്ടോ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, യു ബൊണീറ്റോ. എല്ലാവരും കേട്ടോ, പുള്ളിക്കാരി മാത്രമല്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ പായ നോക്കാൻ തുടങ്ങി. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെള്ളം ഒരുപാട് കുടിക്കും. അപ്പോൾ ഞാൻ വെള്ളം മേടിച്ചതാ. ഇത് ചെറിയൊരു കുപ്പിയാണ്. ഇതിന് $2 കേട്ടോ വരുന്നത്. $2 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എത്ര ഉണ്ടാവും, 170 ഇന്ത്യൻ റുപ്പി ഉണ്ടാവും കേട്ടോ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ. ഇപ്പോൾ ഒരു
US-ഉം യൂറോപ്പൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം എല്ലാത്തിനും എക്സ്പെൻസീവാ. ഇപ്പോൾ ടൈം 7:30 ആയിട്ടുള്ളൂ. ഈ ഒരു ബസ് 8 മണിക്കാണ് ഫോർച്യൂണയ്ക്ക് പോകുന്നത് കേട്ടോ. ഞാനിതാ ബസ്സിൽ കയറിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം കാടും മലയിലുള്ള കോടയല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയ ടൗണും അങ്ങനത്തെ വണ്ടികളിലൊക്കെ കോടായപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പാണ് ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നതായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് കാറിൽ പോവാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എടുക്കുള്ളൂ. പിന്നെ ബസ്സാണെങ്കിൽ പയ്യെ 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 പോകുള്ളൂ. ബസ്സിലൊന്നും ആരുമില്ല, ഞാനും ആ പെങ്കൊച്ചും മാത്രമേ ഉള്ളൂ നേരത്തെ ഹെൽപ്പ് ചെയ്ത്. ഓക്കെ അപ്പോൾ അവളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഈ ലാ ഫോർച്യൂന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അവിടെ ഒരുപാട് ടൂറിസ്റ്റിക്കാണ്, കുറേ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. സോ എന്തായാലും ചിലപ്പോൾ ഒരു 2 hours ഒക്കെ എടുക്കുന്നുണ്ടാവും അവിടെ എത്താനായിട്ട്. ഇതിപ്പോൾ എൻ്റെ ഫോണ് ബ്ലറായതല്ല കേട്ടോ, ഇവിടെ ഫുള്ള് കോട മൂടിയിട്ട് അങ്ങനെ ബ്ലറായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് എൻ്റെ ഫോണ് ശരിക്കും ബ്ലറായതാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കോട ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാം. ബസ് ഇറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ. ഹായ്, how are you? Hey, how you doing, guys? Okay, thank you so much. Nice to meet you. Pleasure. Yeah, welcome to Costa Rica. Thank you. And hope you guys enjoy the video. Yeah. Actually, ഇതെന്റെ കൗച്ച് സർഫിംഗ് ഹോസ്റ്റ് ആണ്. അപ്പോൾ കുറെ ദിവസം മുന്നേ മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. അപ്പം അതിനുശേഷം ഞാൻ ഇപ്പം നോക്കിയ സമയത്താണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. സോ ഞാൻ അങ്ങനെ പിന്നെ ബസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ബസ് ഈ രാത്രിയായാലും ഉണ്ടായി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഹോസ്റ്റൽ കുറേ ബാക്ക് പാക്കേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം അഫോർഡബിളും ചീപ്പുമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഒരു $7.something ഞാൻ കണ്ടത്. അത് ഒരു ഇന്ത്യൻ ഹോസ്റ്റലാണെന്നാണ് പറഞ്ഞത്. ദ ഓണർ ഇസ് ഇന്ത്യൻ. ഓക്കെ, ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻസിനെ കണ്ടിട്ട് തന്നെ കുറെ നാളായി. ഐ ക്യാൻ സീ സം ദ റെസ്റ്റോറന്റ്സ് ലൈക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റ്സ് ഉണ്ട്. ഓക്കെ, കൊള്ളാം. ഞാൻ കുറെ നാളായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കണ്ടിട്ടില്ല, ഇന്ത്യൻ ഫുഡും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം ഇവിടെ എല്ലാവരായിട്ട് സംസാരിച്ചിരുന്ന് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങിയത് രാവിലെ 5 മണിക്കാണ്. സോ ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് ആൾ $5 തരാമെന്ന് പറഞ്ഞു ഇന്നത്തെ ഹോസ്റ്റലിൽ. ഒരാഴ്ച നിൽക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്കിവിടെ വളണ്ടിയറിങ് ചെയ്തിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച നിൽക്കാൻ എനിക്ക് സമയമില്ല, കാരണം ജൂലൈ 10 or 11 എനിക്ക് പനാമയിൽ നിന്ന് കൊളംബിയയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. സോ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് എനിക്ക് പനാമ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പം ഞാൻ ഇന്നതേ പുതിയ കമ്പലൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നല്ലപോലെ വിശദമായിട്ടൊക്കെ ഒന്ന് കുളിച്ചു, കാരണം ഇവിടെ നല്ല വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റൽ കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാറില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. സോ നല്ല സ്പേഷ്യസ് ആണ്. ഇത് ബാഗ് വെക്കാനുള്ള സ്ഥലമുണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട്. എൻ്റെത് ഇപ്പുറത്താണ്, എൻ്റെത് മെസ്സിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാണിക്കാത്തത്. മൊത്തം വലിച്ചു വാരിയിട്ടേക്കുവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആളും ഞാനും കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോണ്. പിറ്റേ ദിവസം ഉച്ചയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ചെന്തോ ഫുഡ് കഴിച്ചില്ല, ഒരു സ്നാക്ക് പോലെ ഒരു ഹാമിൻ്റെ ഒരു ബ്രെഡ് അത് കഴിച്ചതാണ്. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. സോ വിശന്ന് ചത്തു പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാതിരുന്നത് അവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ അവർക്കൊരു പ്രൈവസി ഉണ്ടാവില്ല, എസ്പെഷ്യലി ഹോസ്റ്റലിലൊക്കെ ആവുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ റൂമും പിന്നെ ഒന്നും കാണിക്കാതിരുന്നത്. ഇപ്പോൾ എല്ലാവരും രാവിലെ ആയതുകൊണ്ട് എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. സോ ഇതൊരു ഇന്ത്യൻ്റെ ഹോസ്റ്റലാണ്. ഞാൻ ആളെയും പരിചയപ്പെടുത്തി തരാം. അവളിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യൻ ഫുഡൊക്കെ എന്തായാലും കഴിക്കണം. ഇപ്പോൾ പുറത്ത് പോയിട്ട് വേറെ കൊസ്റ്റാറിക്കൻ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്തോളാൻ പറഞ്ഞു. സോ ഞാൻ കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് കുക്ക് ചെയ്യാത്തതുകൊണ്ട് കുക്കിംഗ് വരെ മറന്നു പോയൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോകും. സോ ആർക്കെങ്കിലുമൊക്കെ കൊസ്റ്റാറിക്ക വരുന്ന സമയത്ത് ഇവിടെ താമസിക്കാം. ലൈക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് Booking.com ഏതിൽ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ Booking.com നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ $8 കാണിച്ച്. പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് എടുത്തിരുന്ന $5 ആവുമായിരുന്നു. $3 ലാഭിക്കായിരുന്നു. പക്ഷേ പിന്നെ ഇവിടെ എത്തിയതിന് ശേഷമല്ലേ ഞാൻ എന്നായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ആൾ അങ്ങനെ എനിക്കൊരു ഓഫർ തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും കൂടെ താമസിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇന്നേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിൽക്കാമല്ലോ. പിന്നെ ഞാൻ വേറെ റീസൺ കൂടെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പ്രൊമോഷനേ അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല. പ്രൊമോഷനൊക്കെ വരാറുണ്ട്, പക്ഷേ എല്ലാം നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്യാറില്ല. ഈവൻ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അങ്ങനെ പ്രൊമോഷനൊന്നും അധികം ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആളെന്നെ വെയിറ്റ് ചെയ്യാണ്.
ഞാൻ കുളിക്കാൻ പോട്ടെ പെട്ടെന്ന് വരാം, അതുകൊണ്ട് കുറേ സമയം എടുത്തു. സോ ഞാൻ എൻ്റെ ഫ്രണ്ടോടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി സേഫ് ഹിയർ എന്ന് വിചാരിക്കാം. എല്ലാ സാധനവും ഞാൻ വലിച്ചു വാരി അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പുറത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ. കിച്ചൺ ഉണ്ട്. കിച്ചണുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എഗ്ഗോ നമ്മളുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. വേറെ പേയ്മെൻറ്റും ചെയ്യേണ്ട. ഇവിടെ മറ്റേ എന്താ പറയുക, കൈ വെച്ച് കളിക്കുന്ന മറ്റേ ഫുട്ബോളോ അതുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ഇതുണ്ട്. നല്ല സ്പീഡുള്ള വൈഫൈ ഉണ്ട്. ഇവിടെ വർക്ക് ഫ്രം ഹോം ഉള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇത് വാഷ്റൂമെല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്, ആൾ ഫോൺ കോളിലാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഷീഷേ കഫേയൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് നമുക്ക് കഫേ ഷീഷ എല്ലാം യൂസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. Hi. Hey, let's go. How are you? How you doing, guys? Morning. Okay. Let's go Where out. we are going now? We're going to La Fortuna downtown, Okay. walk around, and have some local Costa Experience. Rican food. Yeah, Okay. of course. Let's go. Let's do So it. ആളും ഞാനും കൂടെ ഇവിടുന്ന് പോവാണ്. ആള് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ തന്നെയുള്ള ആളായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും അറിയാം. ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ ഒരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട്. കോസ്റ്റാറിക്ക വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ലാ ഫോർച്യൂണ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാൾ. ലാ ഫോർച്യൂണ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അത് $20 എന്താ എൻട്രി ഫീ ഉണ്ട്. 20 എന്ന് എക്സാക്റ്റ് അറിയില്ല. അത്ര എന്തായാലും എൻട്രി ഫീ ഒക്കെ നല്ലോണ്ട്. അപ്പോൾ അത് എന്തായാലും അങ്ങോട്ട് പോകണം. ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ കറങ്ങിയിട്ട് നാളെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. സോ നമ്മളിതാ കാറിലിപ്പോൾ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആളുടെ ഫുഡ് വന്ന് മാറിപ്പോയി. അപ്പോൾ വീണ്ടും അത് ഓർഡർ ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഫുഡ് എന്നുള്ളത്. സാലഡ് ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ ദിസ് ഈസ് തോത്തിയ കട്ട് ചെയ്തുണ്ട്, ചിക്കൻ അതിങ്ങനെ ഗ്രില്ല് ചെയ്തുണ്ട്, ബ്ലാക്ക് ബീൻസ് ഉണ്ട്, റൈസ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെ ചേമ്പൊക്കെ പോലെ ഇരിക്കുന്ന, ചേമ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനം ഇല്ല. അരക്കാച്ചെ. ഓക്കെ, എസ്പെഷ്യലി ഇൻ കൊസ്റ്റാറിക്ക, റൈറ്റ്? ഓക്കെ, ഇത് ബ്രസീലിലും പല രാജ്യങ്ങളിലും ഉണ്ട്, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്കയിൽ. പക്ഷെ മെയിനായിട്ട് ഈ ഒരു സാധനം ഉള്ളത് കോസ്റ്റാറിക്കയിലാണ്. ഞാനിത് ChatGPTയിലും ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് കേരളത്തിൽ ഈ സാധനം ഇല്ല. ദിസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ കേരള, but the similar varieties we have in Kerala, like my place. So നമ്മളെ ആ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്ന ഒരു സാധനമാണ്, മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ക്യാരറ്റിൻ്റെയും ഒരു റാഡിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണെന്നാണ് പറയുന്നത്. സോ ആളുടെ ഫുഡ് വന്നിട്ട് ഞാനിത് കഴിക്കാം. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ആളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ബീഫ് കറി എന്ന് വേണേൽ നമുക്ക് പറയാം. ബീഫ് സോസ് എന്നാണ് അവർ പറയുന്നത്, ഗ്രേവി ആയിട്ടുള്ളത്. സോ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടേസ്റ്റ് പറയാം. ഞാനിത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ChatGPT പറഞ്ഞ പോലെ അല്ല കേട്ടോ, ക്യാരറ്റിന്റെ ഒരു ടേസ്റ്റേ അല്ല, ഒരു പൊട്ടാറ്റോന്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. This tastes like potato, like first time I'm trying. Primera. First time trying arracachi. Yeah. ബാക്കിയെല്ലാം ഞാൻ എപ്പോഴും കഴിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഈ ഒരു സാധനം മാത്രമാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. Food is awesome here. Food is awesome here. നമ്മളിതാ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. Here it's very expensive, right? Yeah. We didn't expect that. ഞാൻ കഴിച്ച ഫുഡിനായത് എന്താ പറയാ, ഒരാൾക്ക് 7000 കൊളോണീസ് ഉണ്ടോ. അപ്പൊ എന്റെ ബാലൻസ് പൈസ ഞാൻ എടുത്തു വെക്കാണ്. ബാലൻസ് ഇതെല്ലാം 100ന്റെ ലൈക്ക് നമ്മളെ നാട്ടിൽ 1 രൂപയ്ക്ക് പോലെ ഇവിടെ 100 ലൈക്ക് ചേഞ്ച് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കഴിച്ച ഭക്ഷണത്തിന് 7000 കൊളോണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ റുപ്പി 1200 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിന്. ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് നല്ല ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ ആ ഒരു നല്ല ഫുഡ് ഞാൻ കഴിക്കാൻ പോയത്. ആളുടെ ഫുഡിന് എത്ര ആ ഒരു റേറ്റ് തന്നെ ആയെന്ന് തോന്നുന്നു. നമ്മൾ സർഫിങ്ങിലാവുന്ന സമയത്ത് നമ്മൾ ഫുഡെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് വേണേൽ രണ്ടും പേ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പേ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്നലെ $55 മാറ്റിയതാണ്. ഇപ്പം എൻ്റെ $55 ഇന്നിനിപ്പോൾ അവിടെ കൊടുക്കാനുള്ള കുറച്ച് പൈസ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം $55 എന്ന് പറയുമ്പോൾ ഒരു 6000 രൂപ, ഏകദേശം 5500-6000 രൂപ ഉണ്ടാവും. 1.5 ദിവസം ആയില്ല ഞാൻ ഇവിടെ എത്തിയിട്ട്, ഒരു 24 hours ആയിട്ടുള്ളൂ. 24 hours തന്നെ അത്രയും പൈസ ആയിട്ടുണ്ട് കേട്ടോ. ഐ എം സേയിങ് എവറിത്തിങ് ഈസ് എക്സ്പെൻസീവ് ഹിയർ because I have recharged, I took the SIM, everything.
ദ വാട്ടർ, വെള്ളത്തിനെല്ലാം ഇവിടെ $4 ഞാൻ ചെറിയ കുറച്ച് വലിയ കുപ്പിയാണ്, ഒരു 600 ml ആണെങ്കിൽ അതിന് $4, 200-300 ml-നെല്ലാം $2, അത്രയും പൈസയാവും. ഒന്നാലോചിച്ചിട്ട് 600 ml വെള്ളത്തിന് ഇവിടെ എത്ര, $4, അത്രയും $US, അത്രയും പൈസയാണ് കേട്ടോ. പക്ഷെ വെള്ളമല്ല, നമുക്ക് ടാപ്പ് വാട്ടർ കുടിക്കാം, ടാപ്പിലെ വെള്ളം നല്ലതാണ്, അപ്പോൾ അത് കുടിക്കാം. അതാണ് ഞാൻ ഇനി കുടിക്കുന്നുള്ളൂ. ഇനി ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന പരിപാടിയില്ല, നിർത്തി എത്രയും പെട്ടെന്ന് തന്നെ. പക്ഷെ ഇവിടെ 1-2 സ്ഥലങ്ങൾ അടിപൊളിയുണ്ട്, അത് കാണാണ്ട് പുറത്തേക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് എന്തായാലും കുറേ നാളായിട്ട് ഞാൻ ടൂറിസ്റ്റിക് സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. വില്ലേജസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റിക് സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. എനിക്കറിയാം ഇവിടെ സൂപ്പർ എക്സ്പെൻസീവ് ആണെന്ന്, എന്നാലും ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നത്. കാരണം കുറേ സ്ഥലങ്ങളുണ്ട് അടിപൊളിയായിട്ടുള്ള കാണാൻ. ഞാൻ കാണിച്ചു തരാം വരും വീഡിയോസിൽ. ജസ്റ്റ് നമ്മളിത് അവിടെ ഒരു പാർക്കിൽ വന്നാണ്. ഇത് ഇവിടുത്തെ ഒരു സെൻട്രൽ പാർക്കാണ്. പാർക്കിലൊന്നും പോയ കാലം തന്നെ ഞാൻ മറന്നു, ടെൻ്റ് അടിക്കാൻ വേണ്ടി മാത്രമാണ് പോവാറ്. അപ്പോൾ അതാ നല്ല മഴയും പെയ്തു. അതെ, അവിടെ നിൽക്കാട്ടാ, ഇവിടെ മഴ ചാരി തുടങ്ങി. പക്ഷേ ഫുള്ള് മഴയായിരുന്നു ഇന്നലെ രാത്രി, ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ തന്നെയായിരുന്നേ. ആള് എന്നെ ഇവിടെ കറക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പാർക്കിലെല്ലാം വന്നത്. പക്ഷെ ഇവിടെ ഈ കാണുന്നവരാരും ഇവിടെ ഉള്ള ആൾക്കാരല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ യൂറോപ്യൻസും പിന്നെ US എന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും സൂപ്പർ എക്സ്പെൻസീവ് ആവുന്നത്. ഫുൾ കോസ്റ്റാറിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫുഡിനായാലും വെള്ളത്തിനായാലും ഇങ്ങനെ എക്സ്പെൻസീവ്. ഇപ്പോൾ യൂറോപ്പ് എങ്ങനെയാണോ US എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്. എന്താ പറയുക, ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ. ഇപ്പം മഴ പോയി, ഇങ്ങോട്ട് ഓടി വന്നതാണ് കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് മഴ പോയിട്ടുണ്ട്. ഇവിടെ ഈ പാർക്കിലായാലും ഇവിടെ എവിടെ കാണുന്നതായാലും ടൂറിസ്റ്റുകൾ തന്നെ ആയിരിക്കും. എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ, ബാലി, എക്സാക്റ്റ് ബാലിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു വൈബാണ്. ആക്ച്വലി ഇന്നലെ ഇവൻ എന്നെ ഇവിടെ പബ്ബിലേക്കൊക്കെ വിളിച്ചതാണ് ഇന്നലെ രാത്രി. പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാം പബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ പൊട്ടണ വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. ഞാൻ അവിടെ റൂമിൽ എഡിറ്റ് ചെയ്തിട്ടിരുന്നു. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എല്ലാം, ഈവൻ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഡ്രസ്സൊക്കെ എനിക്ക് കാണുന്ന സമയത്ത് ഒരു ബാലി വൈബാണ്. അത് മാത്രമല്ല തായ്ലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ടൂറിസ്റ്റിക് പ്ലേസസ് ഇല്ലേ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, ലാവോസ്, അവിടെയൊക്കെ ഇങ്ങനെ ടൗണുകളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് എല്ലാ ടൂറിസ്റ്റ് സ്ഥലത്തിനും ഒരു സിമിലാരിറ്റി തോന്നുന്നത്. ഇത് ബാലി തന്നെ ഉറപ്പിച്ച്. ഞാൻ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് വഴിയിൽ ഇങ്ങനെ കാണും, എല്ലാം അതേപോലെ തന്നെ കേട്ടോ. ഹായ്. And we have it like this one in the snacks, ceviche. Okay. Which is fish marinated with lemon and spices. Yes, I know. Ceviche, I had it from Mexico. Okay. Mexico. I think prawns and all. 4 pinchos here. Okay. This is fish or what? Pinchos. What? Pinchos. What's that? It's raining. Come here. It doesn't matter. It's raining. Yeah. Come. Come stay here. That's like a local snack. Okay. Pinchos. You can have it with barbecue sauce. This is like a famous in Costa Rica or what? Yeah. It's just for a snack. Okay. ഇപ്പൊ നല്ല മഴ പെയ്ത് കേട്ടാ. നമ്മളിവിടെ കേറി നിക്കാണ്. അവിടെ വല്ലതും നിന്നാ മതിയായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടതേ ഇത് കണ്ടോ, ഇപ്പൊ തന്നെ മൊത്തം നനയുന്നുണ്ട്. കാണുന്നുണ്ടാവില്ല, ഇത് ചെളി ആയിക്കൊണ്ടിരിക്കുന്നു. നോക്ക്, ഞാൻ ഇത് ഷോർട്സ് എല്ലാം ഇട്ടാ മതിയായിരുന്നു. ഞാൻ കയറ്റിയിടാണ്, മൊത്തം ചെളിയായിട്ടുണ്ട്. കണ്ടോ, നോക്ക്, അവിടെ നിന്നിട്ട് ഫുൾ പെരുമഴയായിട്ടുണ്ട്. ഇവിടെ ഈ ക്ലൈമറ്റിൽ എങ്ങോട്ടേലും പോവാൻ തോന്നൂല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നല്ല മഴത്തതേ, ഇവിടെ നമ്മൾ കയറി നിൽക്കുക. അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ മൊത്തം നനഞ്ഞ അവിടെ വെള്ളപ്പൊക്കം ആയിട്ടുണ്ട്. സോ ഞാൻ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇറ്റ്സ് ടു മച്ച് റെയിനിങ് ഹിയർ. നമ്മൾ ഈ കടേൻ്റെ ഉള്ളിൽ ഗ്രാസിയാസ് കയറി നിൽക്കാണ്ട്. അവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവനവിടെ പോർക്കിന്റെ സ്കിന്ന് കഴിച്ചോണ്ടിരിക്കുക. ലെറ്റ് മീ ട്രൈ. ഓക്കെ, വെരി മച്ച് ക്രിസ്പി. നമ്മുടെ ബൂംബാങ് ഇല്ലേ, ബൂംബാങ് ഇങ്ങനെ കടിച്ചിട്ട് പോർക്കിന്റെ സ്കിന്ന് ക്രിസ്പിയാന്ന് പറയില്ല, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത്. സോ ഇറ്റ്സ് ഗുഡ്. ഞാൻ പോർക്കിന്റെ സ്കിന്ന് അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ഇന്നെന്തോ കഴിക്കാനൊരു തോന്നല്.
ഇവിടെ വെറുതെ നിന്ന് നമ്മൾ തിന്നാൻ വേണ്ടി അടുത്ത സാധനം മേടിച്ചേക്കാണ് കേട്ടോ. ആ സിവിച്ചേ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഈ ഒരു ഇതില് അടുത്ത സ്നാക്കിൽ വെച്ചിട്ട് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇത് പൈസ തീർന്നു. ഇനി ആകെ $30 എന്തോ കയ്യിലിരിക്കണല്ലോ. ഇപ്പോൾ ഓൾറെഡി നാളെ എൻ്റെ വരുന്ന ഫ്രണ്ടിന് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ നാളെ ഇനി വന്നിട്ട് വേണം ബാക്കിന്റെ ക്യാഷ് ഇതാക്കുക. അതെന്താ? ദിസ് ഈസ് സ്പൈസി മാൻ. This is spicy or what is the ingredients? The tortilla. No, I'm asking about this. This is made with what? Ceviche, fish. Oh, okay, this is the fish. Yes. Oh, this is the ceviche. Oh, so I had the different one, I think. They ithrullu ta sadhanam. Taste it. Okay. That's mayonnaise. Okay, mayonnaise no, maybe later. Okay. ഇത് മീൻ മണമൊന്നുമില്ല. മണം വെച്ച് എന്താ പറയാ, നമ്മള് വിനാഗറിന്റെ ടേസ്റ്റ് സ്മെല്ലൊക്കെയാണ്. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. Yeah, it's good. നമ്മളെ പാനിപൂരി പോലിരിക്കും. ആ പുളിയും ഒരു ചെറിയ എരിവും. അതുപോലെ തന്നെ ഇരിക്കണേ. This is raw? Fish. Raw fish. Yeah. Marinated with lemon. Okay. Yeah. ഇത് ലെമണില് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ് കേട്ടോ. അല്ലാണ്ട് ഇത് വേറെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. I had this in Mexico, but it is different one. Yeah. It's, We have is like celery, onion. Yeah. This is different. ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുള്ള വേറെയാണ്, ഇതല്ല. ഞാനിത് ഇവനെ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ? യു റെഡി? I know. Yeah, tell. No. അടുത്ത എപ്പിസോഡിലേക്കുള്ളതാ. Swagadam. Yeah. Leverwaku sugamano. എല്ലാവർക്കും സുഖമാണോ? Elavarku swagamano. സ്വാഗാനോ? Sugamano. Yes, exactly. Okay. Yes, അവിടെ എഴുതി വെച്ചേക്കാണ് കേട്ടോ എല്ലാം. Sugamano. Next. സുഖമാണോ? Like how are you? Elavarkum sugamano. Yeah. Yes. Sugamano. Sugamano. Yeah. ഓക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കട്ടെ. ബാക്കി കൂടുതൽ ഞാൻ അവനെ പഠിപ്പിക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇതുവരെ മഴ മാറിയിട്ടില്ല, മഴ കുറഞ്ഞിട്ടില്ല, എന്നാ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിനി ഇവിടെ മഴ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും പോലെ നടക്കുമെന്ന് എനിക്കറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നില്ലേ, നേരത്തെ അവിടെ വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ നിലത്ത് വീണേ, കാലിനെന്തോ പറ്റി. മഴ ആയതുകൊണ്ട് ആരും പോയി ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ പോലും മഴ നനഞ്ഞു കഴിഞ്ഞ് എനിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ നിന്നു. പക്ഷെ ആളുടെ ഫാമിലി ഒരു 4 പേര് ഓടി വന്നിട്ട് ആളുടെ കാറിന്റെ മുന്നിൽ കാറിന്റെ ഡോറ് തുറന്നപ്പോൾ കാല് വഴുതിയിട്ടാണ് വീണത്. ആൾ ഓടി കയറിയതാ മഴ ആയതുകൊണ്ട് കാറിലേക്ക്. അങ്ങനെ വീണു. അപ്പം ഞാൻ ആലോചിച്ച എന്താണെന്ന് അറിയോ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വീണ് കഴിഞ്ഞാൽ മഴയുള്ള സമയത്താണെങ്കിൽ ആരും എന്നെ വിളിക്കാനും നോക്കാനും ഉണ്ടാവില്ല. ഇതിപ്പോൾ ആളുടെ എല്ലാ ഫുൾ ഫാമിലി ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ ചെയ്യുക? പക്ഷെ ഞാൻ മഴയത്ത് ഓടൂല. ഞാൻ മഴയത്ത് നിൽക്കുന്നില്ലേ, മഴ നനഞ്ഞായാലും ഞാൻ അവിടെ നിൽക്കും. ഞാൻ നടക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ നടക്കുക. എനിക്ക് ആകെ ഉള്ളൊരു അസുഖം മറവിയാണ്. അത് ഭയങ്കര കൂടുതലാണ്. ആളുകളുടെ പേരും ഞാൻ മറന്നു പോവും. പിന്നെ ആ ഒരു സാധനങ്ങളൊക്കെ എല്ലാം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോകും. അത് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അല്ലാതെ ഞാൻ ഓടുമ്പോഴും നടക്കുമ്പോഴും ഞാൻ ട്രക്ക് ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും ഞാൻ സൂക്ഷിച്ചേ പോകുള്ളൂ. കാരണം ഒറ്റയ്ക്കാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും വരൂല. മഴ ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മഴ കുറഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എങ്ങോട്ടേലൊക്കെ പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.